ഞങ്ങളെ സംബന്ധിച്ച് ഭരണം എന്നത് തന്നെ ഒരു സമരമാണ്. അതാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. വലതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണം സാമൂഹിക മാറ്റത്തിനുള്ള ഒരു സമരോപകരണമാണ്. ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് തെരുവിൽ സമരം ചെയ്തു, ഇന്ന് ഭരണത്തെ ഉപയോഗിച്ച് ആ സമരത്തെ വേറൊരു തലത്തിൽ കൊണ്ടുപോകുന്നു എന്നതാണ് വ്യത്യാസമുള്ളത്. ബാക്കി രാജീവ് പറയും. ശ്രീ പി രാജീവ്, അങ്ങനെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു മാസികയുടെ മുഖചിത്രമായിട്ട് കരുണാകരനെതിരെയുള്ള സമരത്തിലാണെന്ന് തോന്നുന്നു അല്ലേ, വസ്ത്രങ്ങളൊക്കെ വാരി പിടിച്ച് അടിമുടി പരിക്കുകളും ഒക്കെ ഏറ്റ് നിൽക്കുന്ന ഒരു പി രാജീവിൻ്റെ ചിത്രമാണ് ഞാൻ പഠിച്ച് ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ആ കാലത്തെ എത്രത്തോളം ചേർത്ത് വെക്കുന്നുണ്ട് ഹൃദയത്തിൽ? അതിൽ ഒന്നാമത്തെ കറക്ഷൻ, കരുണാകരനെതിരായ സമരമല്ല, ആ ഗവൺമെന്റിന്റെ ഒരു നയത്തിനെതിരായ ഒരു സമരമാണ്. വ്യക്തികൾക്കെതിരല്ല, നമ്മളെ നിലപാടുകളോടാണ്. വ്യക്തികളോട് നമുക്ക് വിയോജിക്കുന്നതും യോജിക്കുന്നതും അവർ സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിലോ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴോ എടുക്കുന്ന നിലപാടുകളെ ആധാരമാക്കിക്കൊണ്ടാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങൾ 2.5 മണിക്കൂർ ഒരു 9 മുതൽ 11 വരെ ഇതുപോലെ അടുത്തിരുന്നവരാ നിയമസഭയിൽ. അതിന് മുമ്പാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തും വീട്ടിലാണ് താമസിക്കുന്നത്. ഡൽഹിയിലാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തുമായിരുന്നു, അടുത്തടുത്ത ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കറഞ്ഞിട്ട് കുറേ കാലമായി ഇങ്ങനെ അടുത്തിരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ ഞങ്ങളിവിടെ പിടിച്ച് ഇരുത്തിയപ്പോൾ ഞങ്ങൾ പുതുതായി എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഇവിടെ രാജേഷ് പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ച് ഭരണവും ഒരു സമരത്തിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ ദ്രാവകം പോലെയാണ്, ഈ കുപ്പിയിലൊഴിച്ചാൽ ആ കുപ്പിയിലെ രൂപം കൂടും, അപ്പുറത്തേക്ക് ഒഴിച്ചാൽ അപ്പുറത്തെ രൂപം മാറും. സമരം സംഘടനാ പ്രവർത്തനമാണെങ്കിൽ ഞങ്ങൾ ആ രൂപത്തിലേക്ക് മാറും, ഭരണ സംവിധാനമാണെങ്കിൽ ഞങ്ങൾ ആ രൂപത്തിലേക്ക് മാറും. ഞങ്ങളെ സംബന്ധിച്ചൊരു അധികാരത്തിൻ്റെ ഭാഗമല്ല, ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. അത് ചിലപ്പോൾ ഇന്ന് മന്ത്രി എന്ന ചുമതലയായിരിക്കാം, ഇന്നലെ ചിലപ്പോൾ പത്രാധിപർ എന്ന ചുമതലയായിരിക്കാം, അല്ലെങ്കിൽ രാജ്യസഭ മെമ്പറാകാം, പാർട്ടി പ്രവർത്തകനാകാം. ഇതെല്ലാം ഞങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ ഏറ്റെടുക്കുന്ന വിവിധ ചുമതലകൾ മാത്രമാണ്. അന്നത്തെ കാലത്തെ സമരം ഞങ്ങളെല്ലാം തീക്ഷ്ണമായൊരു കാലമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ഇവിടെ പരാമർശിച്ചതിപ്പോൾ രാജേഷ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാലക്കാട് ഓഡിറ്റോറിയത്തിൽ അന്ന് സമരത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള മർദ്ദനം രാജേഷും ഏറ്റുവാങ്ങിയിട്ടുണ്ടായി. അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ദിവസമാണ്. അതേ ദിവസം എറണാകുളം നഗരത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. അന്ന് അതേ ദിവസം ഒരു മുഖ്യമന്ത്രി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം പ്രകടിപ്പിക്കാതിരിക്കാൻ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്ക് പോലും കഴിയില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ പ്രതിഷേധിച്ചു. ഇന്നത്തെ പോലെ നിങ്ങൾ പറയുന്ന പോലെയല്ല, ഞങ്ങളിങ്ങനെ കരിങ്കൊടി കാണിച്ചപ്പോഴേക്കും വലിയ പ്രശ്നം. ഞങ്ങൾ അവിടെ കണ്ടതിനപ്പുറത്തായിരുന്നു ഞങ്ങളെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട്. എൻ്റെ ഈ വാരിയലുകൾ ഒടിഞ്ഞിരുന്നു, ചെവിയുടെ ഡയഫ്രം പൊട്ടിയിരുന്നു, അകത്ത മർദ്ദനമൊന്നും അന്ന് കാണുന്നതല്ലോ. പക്ഷെ അതെല്ലാം ഞങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഓരോ ഘട്ടത്തിലും. അപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ എനിക്കിന്ന് പറയാൻ പറ്റും, എൻ്റെ കൂടെ അന്നൊരു ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ഒരു ചുമട്ട് തൊഴിലാളി ഞാനും വരുന്നെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇവരെ മാറ്റാൻ നോക്കുന്നുണ്ട്. ഒരു അബു എന്ന് പറഞ്ഞ തൊഴിലാളിയാണ്. അന്ന് പുള്ളി ഒരു 55 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങളേക്ക് ഇങ്ങനെ ഇരുത്തിയിട്ട് ഈ ഒരു പ്രയോഗമുണ്ട്, കാല് നീട്ടി വെച്ചിട്ട് 2 ദിവസത്തെ ചൂരലുണ്ട് അടിക്കും. അത് കണ്ടിട്ട് പാർവതി എന്ന് പറഞ്ഞ പോലീസുകാരി ഓടിപ്പോയി. അപ്പോൾ ഈ അബു എന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള ആള് ഈ അടിയുടെ സഹിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ പ്രായമാണല്ലോ ഞങ്ങളുടെ. ഇദ്ദേഹം പെട്ടെന്ന് കാല് വലിച്ചപ്പോൾ ബൂട്ടുകൊണ്ട് ചവിട്ടി. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആൾ ഇവിടെ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. പിന്നെ പറയാൻ പോലും പറ്റാതെ ജീവൻ തന്നെ സമർപ്പിക്കും. കൂത്തുപറമ്പിൽ അന്ന് രക്തസാക്ഷിയായാലും പുഷ്പരും കൂടി 6 പേർ. അവർക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവരേറ്റവും എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റുവാങ്ങിയതെല്ലാം ചെറിയ കാര്യങ്ങൾ മാത്രമായി മാറും. അതെല്ലാം ഞങ്ങളെപ്പോലുള്ള ആ ഘട്ടത്തിലെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായവർക്ക് കൂടുതൽ കരുത്ത് നൽകുകയാണ്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള കുറെ കൂടി കരുത്താണ് ഞങ്ങൾക്കെല്ലാം ആ ഘട്ടം നൽകിയിട്ടുള്ളത്.